അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ സീറ 11ാമത്തെ പാഠഭാഗമാണ്. ആസാറുൽ മക്കത്തൽ മുക്കറമ. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് വെക്കാനും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. ഇസ്ലാമിൻ്റെ ആസ്ഥാനമാണ് പരിശുദ്ധ മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും വളർന്നതും നുബുവത്ത് ലഭിച്ചതും അവിടെയാണ്. ലോക മുസ്ലിമുകളുടെ ഖിബലയായ അൽ കഅബത്തു ഷരീഫ് സ്ഥിതി ചെയ്യുന്നതും അവിടെ തന്നെ. ഹജ്ജും ഉംറയും നടക്കുന്നതും മക്കയിലാണ്. അവിടെ ചരിത്ര പ്രസിദ്ധമായ ധാരാളം സ്ഥലങ്ങളും ഇസ്ലാമിക ചിഹ്നങ്ങളും ഉണ്ട്. 1. അൽ മസ്ജിദുൽ ഹറം. കഅബ ഷരീഫിനെ വലയം ചെയ്തു നിൽക്കുന്ന വിശാലമായ പള്ളിയാണത്. മറ്റു പള്ളികളേക്കാൾ 1,00,000-ലധികം ഇരട്ടി പ്രതിഫലം ആ പള്ളിയിൽ നിസ്കരിച്ചാൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2. ബിഅ്റു സംസം. അനുഗ്രഹീതമായ സംസം വെള്ളത്തിൻ്റെ കിണറാണത്. അൽ കഅബത്തു ഷരീഫിൻ്റെ അടുത്താണത് സ്ഥിതി ചെയ്യുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കുഞ്ഞായിരുന്നപ്പോൾ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ജലമാണ് സംസം. ഏതുദ്ദേശം വെച്ച് കുടിക്കുന്നുവോ ആ ഉദ്ദേശം നിറവേറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 3. അസ്സൊഫ വൽ മർവ. കഅബ ഷരീഫിൻ്റെ അടുത്തുള്ള 2 മലകളാണ് സൊഫയും മർവയും. ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങളിലൊന്നായ സഅയി ഈ 2 മലകൾക്കിടയിലാണ് നടത്തുന്നത്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെന്നാണ് ഈ രണ്ടിനെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. 4. ഗാറു ഹിറ. ഹിറ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹയി ലഭിച്ച ഗുഹയാണ് ഗാറു ഹിറ. ജബലുന്നൂറിൻ്റെ മുകളിൽ അത് സ്ഥിതി ചെയ്യുന്നു. അടുത്തത് 5. ഗാറു സൗർ. സൗർ ഗുഹ. ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒളിച്ചിരുന്നത് സൗർ ഗുഹയിലാണ്. 6. ജന്നത്തുൽ മുഅല്ല. മക്കയിലെ ഖബർസ്ഥാനാണ് ജന്നത്തുൽ മുഅല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അടക്കം അനേകം മഹത്തുക്കൾ അവിടെ മറമാടപ്പെട്ടിട്ടുണ്ട്. കേരളക്കാരനായ ബാഫഖി തങ്ങളുടെ ഖബറും അവിടെയാണ്. കൂടാതെ ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്ന അറഫ, മുസ്ദലിഫ, മിന, ജംറകൾ മുതലായവയും മക്കയിലാണുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലാത്തു ഫിൽ മസ്ജിദിൽ ഹറാമി അഫ്ളലു മിൻ 100,000 സ്വലാത്തിൻ ഫീമാ സിവാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം മറ്റു പള്ളികളിലെ 1,00,000 നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ആസാറുൽ മദീനത്തുൽ മുനവ്വറ. മദീനയുടെ പഴയ പേര് യസ്രിബ് എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിയതിനു ശേഷമാണ് അൽ മദീനത്തുൽ മുനവ്വറ പ്രശോഭിത നഗരം എന്ന പേരിൽ അറിയപ്പെട്ടത്. മക്ക കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പവിത്രമായ നാടാണ് പുണ്യ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ഖബർ നിലകൊള്ളുന്നത് അവിടെയാണ്. ആ ഖബർ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഭൂമിയിൽ ഏറ്റവും ഉത്കൃഷ്ടവും പവിത്രവുമായ സ്ഥലം. ധാരാളം സ്മാരകങ്ങളും ചിഹ്നങ്ങളും മദീനയിലുണ്ട്. 1. മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച മദീനയിലെ ആദ്യത്തെ പള്ളിയാണത്. മറ്റു പള്ളികളേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. 2. മസ്ജിദ് ഖുബാ. മസ്ജിദുൻ നബവി കഴിഞ്ഞാൽ മദീനയിലെ വലിയ പള്ളിയാണ് മസ്ജിദ് ഖുബാ. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ഇറങ്ങി താമസിച്ച സ്ഥലമാണ് ഖുബാ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം നിർമ്മിച്ച പള്ളിയാണിത്. എല്ലാ ശനിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തി നിസ്കരിക്കൽ പതിവായിരുന്നു. വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ഖുബാ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3. മസ്ജിദുൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ജുമുഅ നിസ്കരിച്ച സ്ഥലത്തുള്ള പള്ളിയാണിത്. 4. മസ്ജിദുൽ ഖിബ്ലത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വെച്ച് ആദ്യ സമയത്ത് ബൈത്തുൽ മുഖദ്ദസ്
ഖിബിലയാക്കിയാണ് നിസ്കരിച്ചിരുന്നത്. ഈ പള്ളിയിൽ നിസ്കരിച്ച് നിൽക്കുമ്പോഴാണ് കഅബയെ ഖിബിലയാക്കാൻ നിർദ്ദേശം ലഭിച്ചത്. ആ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയുണ്ടായി. അതുകൊണ്ട് 2 ഖിബിലയുള്ള പള്ളി എന്ന അർത്ഥത്തിൽ മസ്ജിദുൽ ഖിബിലത്തൈനി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. 5. ഉഹദ്. മദീനയിലുള്ള ഒരു വലിയ മലയാണിത്. ഇതിനടുത്ത് വെച്ചാണ് ഉഹദ് യുദ്ധം നടന്നത്. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന മലയാണ് ഉഹദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. 6. ഖന്ദഖ്. കിടങ്ങ് എന്നാണ് ഖന്ദഖിൻ്റെ അർത്ഥം. ഖുറൈശികൾ മറ്റു പലരുമായി കൂട്ടുചേർന്ന് വലിയൊരു സൈന്യവുമായി മദീനയെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ തടയാൻ വേണ്ടി നിർമ്മിച്ച കിടങ്ങാണ് ഖന്ദഖ്. 7. ജന്നത്തുൽ ബഖീഅ. മസ്ജിദുൻ നബവിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മഖ്ബറയാണ് ജന്നത്തുൽ ബഖീഅ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഫാത്തിമ മുതലായവരടക്കം അനേകം സഹാബത്തിൻ്റെ ഖബർ അവിടെയുണ്ട്. നിശ്ചിത സമയങ്ങളിൽ പുരുഷന്മാർക്ക് അതിനുള്ളിൽ കടന്ന് സിയാറത്ത് ചെയ്യാവുന്നതാണ്. ഇവ കൂടാതെ ധാരാളം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ചിഹ്നങ്ങളും മദീനയിലുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനത്തി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ഹുജ്രിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പാമ്പ് മാളത്തിലേക്ക് ചുരുണ്ടു കൂടുന്നത് പോലെ തീർച്ചയായും ഈമാൻ മദീനയിലേക്ക് പിൻവലിയും. അല്ലാഹു തആല നമ്മുടെ എല്ലാം വിശ്വാസത്തെ കാത്തുരക്ഷിക്കട്ടെ, അല്ലേ? ആമീൻ. ഈ പാഠഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? മക്കയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും മദീനയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. 1. ഉത്തരം എഴുതുക. 1. ഇസ്ലാമിൻ്റെ ആസ്ഥാനം ഏത്? ഇസ്ലാമിൻ്റെ ആസ്ഥാനമാണ് പരിശുദ്ധ മക്ക. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം വഹയി ലഭിച്ചത് എവിടെ വെച്ചായിരുന്നു? ഒരു ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധ്യാനനിരതനായി ഇരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും വഹയി എത്തിക്കുകയും ചെയ്തതല്ലേ? അത് ഏത് ഗുഹയായിരുന്നു? ഹിറ ഗുഹയായിരുന്നു അത്, അല്ലേ? 3. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞ മലകൾ ഏത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെറും കുഞ്ഞായിരിക്കുന്ന സമയത്ത് ദാഹിച്ച് വലഞ്ഞ് ഉറക്കെ നിലവിളിച്ചു, അല്ലേ? കുഞ്ഞിന് നൽകാനായിട്ട് വെള്ളം അന്വേഷിച്ച് ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ, എവിടെന്നെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഏത് മലകളിലേക്കാണ് ഓടിക്കൊണ്ടിരുന്നത്? സൊഫ, മർവ പർവ്വതങ്ങളിലേക്കാണ് ഹാജറ ബീവി ഓടിക്കേറിക്കൊണ്ടിരുന്നത്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 2 മലകളെയാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ട് കാണുന്നത്. നോക്കി, അത് ഏതൊക്കെയാണ്? സൊഫ, മർവ. ഈ 2 മലകളാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് 4. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജന്നത്തുൽ മുഅല്ല. മക്കയിലെ ഖബർസ്ഥാനാണ് ജന്നത്തുൽ മുഅല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അടക്കം അനേകം മഹത്തുക്കൾ അവിടെ മറമാടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ്? ജന്നത്തുൽ മുഅല്ലയിൽ. 5. മദീനയുടെ പഴയ പേരെന്താണ്? യസ്രിബ്. 6. മസ്ജിദുൻ നബവിയുടെ പ്രത്യേകത എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൻ നബവി. മറ്റു പള്ളികളേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്തിട്ടുമുണ്ട്. 7. ഖുബാ പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം എന്ത്? മസ്ജിദുൻ നബവി കഴിഞ്ഞാൽ മദീനയിലെ വലിയ പള്ളിയാണ് മസ്ജിദ് ഖുബാ. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ഇറങ്ങി താമസിച്ച സ്ഥലമാണ് ഖുബാ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം നിർമ്മിച്ച പള്ളിയാണിത്. എല്ലാ ശനിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തി നിസ്കരിക്കൽ പതിവായിരുന്നു. വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ഖുബാ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. 8. ഉഹദിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്ത്? ഉഹദ് എന്താണ്? മലയാണല്ലേ? മദീനയിലുള്ള ഒരു വലിയ മലയാണിത്. ഇതിനടുത്ത് വെച്ചാണ് ഉഹദ് യുദ്ധം നടന്നത്. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന മലയാണ് ഉഹദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്.
അടുത്തത് വിവരിക്കാം. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം മറ്റു പള്ളികളിലെ 1,00,000 നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അടുത്തത് 2. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്ന അറഫ, മുസ്ദലിഫ, മിന, ജംറകൾ മുതലായവയും മക്കയിലാണ് ഉള്ളത്. 3. മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന പേര് വരാൻ കാരണമെന്ത്? എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വെച്ച് ആദ്യ സമയത്ത് ബൈത്തുൽ മുഖദ്ദിസ് ഖിബിലയാക്കിയാണ് നിസ്കരിച്ചത്. ഈ പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് നിൽക്കുമ്പോഴാണ് കഅബയെ ഖിബിലയാക്കാൻ നിർദ്ദേശം ലഭിച്ചത്. ആ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയുണ്ടായി. അതുകൊണ്ട് 2 ഖിബിലയുള്ള പള്ളി എന്ന അർത്ഥത്തിൽ മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇനി അടുത്തത് നോക്ക്. 4. ഖന്തഖിൻ്റെ അർത്ഥവും അതുണ്ടാകാനുള്ള കാരണവും. ഖന്തഖ് എന്ന് വെച്ചാൽ കിടങ്ങ് എന്നാണ് അർത്ഥം. ഖുറൈശികൾ മറ്റു പലരുമായി കൂട്ടുചേർന്ന് വലിയൊരു സൈന്യവുമായി മദീനയെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ തടയാൻ വേണ്ടി നിർമ്മിച്ച കിടങ്ങാണ് ഖന്തഖ്. അടുത്തത് പൂരിപ്പിക്കുക. 1. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ജലമാണ് സംസം. 2. കേരളക്കാരനായ ഡാഷിൻ്റെ ഖബറും മക്കയിലാണ്. ആരുടെയാണ്? ബാഫഖി തങ്ങളുടെ ഖബർ. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.